അച്ഛന് കിട്ടിയിരിക്കുന്ന കോടികൾ ബാങ്ക് റോബറിയിലൂടെയാണ് കിട്ടിയതെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ കുറ്റകൃത്യത്തിൽ പങ്കാളിയാക്കുന്നു. കിഡ്നാപ്പിംഗ് നാടകം നടത്തി അതിൽ കുട്ടിയെ കരുവാക്കുന്നു. അച്ഛൻ ചെയ്ത കുറ്റകൃത്യം അച്ഛൻ തന്നെ സോൾവ് ചെയ്തെന്നും അതുവഴി സുഖമായി ജീവിക്കാമെന്നുമുള്ള പൊതുബോധം എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ഐ നോബഡി സിനിമ റിവ്യൂ ചെയ്തതാണ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കഥ മറ്റൊരു നെറേറ്റീവിലേക്ക് പോകുന്നതും അതിനെ തുടർന്ന് സിനിമ വലിയ പരാജയമായി മാറുകയും ചെയ്യുന്നു. തിയേറ്ററുകൾ ഒരുപാട് പേര് അറിയാതെ പോവുകയോ എന്നാൽ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു തെറ്റാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. വളരെ സോഷ്യലി റിലവൻ്റായ സിനിമകൾ ചെയ്യുകയും പൊതുവേദിയിൽ വളരെ ജാഗരൂകരായി അല്ലെങ്കിൽ റെസ്പോൺസിബിളായി സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് പാർവതിയും പൃഥ്വിരാജും. ഈ ഒരു സിനിമയിൽ ഈ ഒരു തെറ്റ് അവർ മനഃപൂർവ്വം കാണാഞ്ഞതാണോ അല്ലെങ്കിൽ ഇതൊരു സിനിമയല്ലേ എന്നുള്ള നിലയിൽ വിട്ടുകളഞ്ഞതാണോ എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. സിനിമ ആരംഭിക്കുന്നത് ഒരു ബാങ്ക് മോഷണത്തിലൂടെയാണ്. ആ ഒരു ബാങ്കിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം അവിചാരിതമായി വരികയും എന്നാൽ അവിടേക്ക് കുറെ മോഷ്ടാക്കൾ വരികയും ആ ബാങ്ക് കൊള്ളയടിക്കുകയും ചെയ്യുന്നു. വളരെ അവിചാരിതമായിട്ട് പൃഥ്വിരാജിനെ അവർ ബന്ദിയാക്കുകയും പൃഥ്വിരാജിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീട് പൃഥ്വിരാജ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും എന്നാൽ പോലീസും നാട്ടുകാരും പൃഥ്വിരാജ് സംഘടിപ്പിച്ച ഒരു ബന്ദി നാടകമാണെന്നുള്ള നിലയിലേക്ക് ആളുകൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അതിന് കാരണം സാഹചര്യ തെളിവുകളെല്ലാം പൃഥ്വിരാജിന് പ്രതികൂലവുമായിരുന്നു. പിന്നീട് പൃഥ്വിരാജിന്റെ കഥാപാത്രം നേരിടുന്ന നിയമക്കുരുക്കുകളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിടുന്ന ട്രോമയും മറ്റു സംഭവങ്ങളും എല്ലാം ആ രാജീവൻ എന്ന കഥാപാത്രത്തിന്റെ സമാധാനത്തിനെയും ജോലിയെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. ശേഷം പാർവതിയുടെ കഥാപാത്രമായി നിരന്തരം വഴക്കിടുകയും മക്കളുടെ പഠനത്തെ പോലും അത് ബാധിക്കുകയും ചെയ്യുന്നു. പോലീസിൽ നിന്ന് മാത്രമല്ല വളരെ വൈറലായി ഈ ഒരു ബാങ്ക് കോളയ്ക്ക് ശേഷം നാട്ടുകാരെല്ലാവരും പൃഥ്വിരാജിനെ സംശയദൃഷ്ടിയോടെ നോക്കുകയും തരം കിട്ടുന്നവരെല്ലാവരും പൃഥ്വിരാജിൽ നിന്ന് പണം തട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു. സ്വാഭാവികമായും മോഷണം ചെയ്യാത്തൊരു വ്യക്തി മോഷണക്കുറ്റം ആരോപിച്ച് കുറ്റാരോപിതനാവുമ്പോൾ അയാൾ നേരിടുന്ന പീഡനങ്ങളും അയാൾ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം കൃത്യമായ സിനിമയിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് സിനിമയിൽ ട്വിസ്റ്റുകളെല്ലാം സംഭവിക്കുന്നത്. കൊള്ള നടത്തി മോഷണം പോയെന്ന് പറയുന്ന പണം പൃഥ്വിരാജിന്റെ കയ്യിൽ എത്തുന്നത് മുതലാണ് സിനിമയിലെ കാര്യങ്ങളെല്ലാം മാറിമറിയുന്നത്. അത് പൃഥ്വിരാജ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ ഒരു സിനിമയിലെ കഥ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ആ പണം പോലീസിൽ ഏൽപ്പിക്കാതെ പൃഥ്വിരാജ് തന്റെ കൈവശം വെക്കുകയും ചെയ്യും. ഇതാദ്യം മനസ്സിലാക്കിയ കുടുംബം അത് പോലീസിനെ ഏൽപ്പിക്കാൻ പറയുമെങ്കിലും പിന്നീട് പൃഥ്വിരാജിനെ എതിർക്കുന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല ഇളയ കുട്ടി വെച്ച് പൃഥ്വിരാജ് ഒരു കിഡ്നാപ്പിംഗ് നാടകവും നടത്തുന്നുണ്ട്. പൃഥ്വിരാജിന്റെ കഥാപാത്രം നടത്തുന്ന കിഡ്നാപ്പ് നാടകം പൊളിയുകയും എന്നാൽ വേറെ കുറെ ആളുകൾ പൃഥ്വിരാജിന് ഒന്നാമത്തെ മകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പൃഥ്വിരാജിന്റെ കഥാപാത്രമാണ് ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുന്ന മീര എന്ന പാർവതിയുടെ കഥാപാത്രം. പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് രാജീവൻ എന്നും പാർവതിയുടെ കഥാപാത്രത്തിന്റെ പേര് മീര എന്നുമാണ്. ഇനി മുതൽ അങ്ങോട്ട് ഇവരുടെ പേരുകളായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. മീരക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ അറിയാം. ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട പണം ഇപ്പൊ രാജീവന്റെ കയ്യിലുണ്ടെന്നും തന്റെ രണ്ടാമത്തെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് രാജീവനാണെന്നുമെല്ലാം മീരക്കറിയാം. പക്ഷെ മീര ചെയ്യുന്നത് എന്തോ വലിയ ഇരയെ പോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് എന്തൊക്കെയോ ഡയലോഗ് വിളിച്ചു പറയുന്നു, എവിടെയൊക്കെയോ പോയിട്ട് സമരം നടത്തുന്നു. നമ്മുടെ യുക്തിക്ക് ചേരാത്ത രീതിയിലുള്ള കഥാപരിസരമാണ് പിന്നീട് ആ ഒരു സിനിമയിൽ നടക്കുന്നത്. ഒടുവിൽ പൃഥ്വിരാജിന്റെ രാജീവൻ എന്ന കഥാപാത്രം മന്ത്രിസഭയെ വീഴ്ത്തുന്ന ഘട്ടമൊക്കെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരികയാണ്. ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട സിനിമയിലേക്ക് രാഷ്ട്രീയക്കാർ വരുന്നു, മറ്റു പല ആളുകൾ വരുന്നു. നമ്മുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഒരു സിനിമ മാറുകയാണ്. നിലവിൽ കുറ്റവാളിയായ രാജീവൻ എന്ന കഥാപാത്രം മുഖ്യമന്ത്രിയെ കാണുകയും പൗരന്റെ ബോധം എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബാങ്ക് കൊള്ളയായി മാത്രം പോയിരുന്ന ഒരു സിനിമയെ പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് വെറുതെ വലിച്ചഴിച്ച് രംഗം വഷളാക്കുന്നു. പിന്നീട് കുറ്റം അന്വേഷിച്ച പോലീസുകാരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്ന രാജീവൻ എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം വളരെ ഉത്തരവാദിത്വമുള്ളവനും നന്മ നിറഞ്ഞവനുമായി മാറുന്നു. നന്മപരമായ അശോകന് കൊള്ളപ്പണത്തിൽ നിന്ന് ഒരു വിഹിതം നൽകുകയും ചെയ്യുന്നു. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ രാജീവൻ എന്ന കഥാപാത്രത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ കൊള്ളയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പണം കൊണ്ട് സുഖമായി ജീവിക്കാമെന്ന് കുട്ടികൾ പറയുന്ന ഡയലോഗിനോട് എനിക്ക് യോജിപ്പില്ല. ഇതൊക്കെ സിനിമയല്ലേ എന്ന് കരുതിയാലും ഇതൊക്കെ കാണുന്ന കുട്ടികൾ നാളെ ഇത് മാതൃകയാക്കില്ലെന്ന് ആര് കണ്ടു? ഇനി ദൃശ്യം സിനിമയിലേക്ക് വന്നാൽ ദൃശ്യത്തിന്റെ 3 ഭാഗങ്ങളും പരിശോധിച്ചാൽ തങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നും നിയമത്തെ വെല്ലുവിളിച്ചാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ള കുറ്റബോധവും അവർക്കുണ്ട്. പലതവണ പിടികൊടുക്കാമെന്ന് അവർ പറയുന്നുമുണ്ട്. ഈ ഒരു സിനിമ കാണുന്ന സാധാരണ കുട്ടികൾ ബാങ്ക് റോബറിയും തട്ടിക്കൊണ്ടുപോകലൊക്കെ ഒരു നിസ്സാര കാര്യമാണെന്നും തങ്ങളുടെ പാരൻസിന് സഹായമുണ്ടെങ്കിൽ ഇതെല്ലാം സമൂഹത്തിൽ മൂടി വെച്ച് വളരെ സുഖമായി ജീവിക്കാമെന്നുള്ള പൊതുബോധത്തിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു.